ഹായ് ഓൾ, വെൽക്കം ടു ജോ മൂവി വേൾഡ്. എക്കോ പടം കണ്ടു. എ ബ്യൂട്ടിഫുൾ പീക്ക് മിസ്റ്ററി പടമാണ് എക്കോ. കിഷ്കിന്ധകാന്തൻ ടീം വീണ്ടും കരുത്തുറ്റ അല്ലെങ്കിൽ വളരെ മികച്ച ഒരു സിനിമ കൂടി അവർ ഡെലിവറി ചെയ്തിരിക്കുകയാണ്. കമ്പാരിസൺ ഉണ്ടായിരിക്കും അതിനോട്, പക്ഷെ ആരും ഈ പടം നല്ലതെന്ന് കുറവ് പറയാൻ സാധ്യത ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല ഇതിൽ എങ്ങനെയാണ് കുറ്റം കണ്ടെത്തുന്നത്. കാരണം ചില പടങ്ങൾ എനിക്ക് വളരെയധികം നമുക്ക് ഇങ്ങനെ വളരെ ഇഷ്ടപ്പെടുക എന്ന് പറയില്ലേ, ആ രീതിയിലേക്ക് എത്തുന്ന ഒരു പടമായിട്ടാണ് എനിക്ക് എക്കോ അനുഭവപ്പെട്ടത്. അതിൽ കുറെ കാര്യങ്ങളുണ്ട്, അതിൽ ഓരോന്നിലേക്ക് വരാം. ആദ്യമേ തന്നെ പറയുകയാണെങ്കിൽ ഇതിന്റെ റൈറ്റിംഗ്, ബാഹുൽ രമേശ് ഹാറ്റ്സ് ഓഫ് എന്നൊക്കെ പറയില്ലേ. കാരണം ആള് ഇപ്പൊ ഒരു നല്ല കുക്കിംഗ് അല്ലെങ്കിൽ നമ്മള് ഫുഡിന്റെ കേസൊക്കെ പറയും, നല്ല ഫുഡാണെന്നൊക്കെ പറയും. അതിനെന്ത് കാരണം, നല്ല പാചകം രീതിയിൽ വരണം. ഫുഡ് ഏത് തന്നെ ആയാലും ശരി, പാചകം അതിന്റെ ഒരു കൃത്യമായ അളവില് നമ്മൾ കഴിക്കാൻ പോകുന്ന ആളുകളെ ആലോചിച്ചുകൊണ്ട് അതിന് ചേരുവകളൊക്കെ കറക്റ്റായിട്ട് ചേർത്ത് കറക്റ്റായി പാകം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് ഫുഡും വളരെ മനോഹരമായിട്ട് അല്ലെങ്കിൽ വളരെ ടേസ്റ്റ് ആയിട്ട് വളരെ ഗുഡായിട്ട് കഴിക്കുന്നവർക്ക് അനുഭവപ്പെടും. അതേ ഒരു മെത്തേഡാണ് ഈ ബാഹുൽ രമേശും ഇതിന് ഡയറക്ടറായിട്ടുള്ള ദിൻജിത്തും ചെയ്തേക്കുന്നത്. കാരണം ഇത് പടം കാണാൻ പോകുന്ന പ്രേക്ഷകർക്ക് വേണ്ട കാര്യങ്ങൾ, അതായത് പടത്തിൽ ഹുക്ക് ചെയ്യപ്പെടേണ്ട ചില കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആ ഒരു സ്ക്രീൻ പ്ലേ തയ്യാറാക്കുക, മേക്കിംഗ് തയ്യാറാക്കുക, അത് അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്ത് വിടുക. അപ്പൊ അത് കാണുന്ന എന്നെ പോലുള്ള ആളുകൾക്ക് അത് അങ്ങോട്ട് കയറും. നല്ല ഒരു എക്സ്പീരിയൻസ്, നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഈ പടം കഴിഞ്ഞാൽ കിട്ടും. കിഷ്കിന്ധകാന്തം ഒരു ഇമോഷണലി കൂടി നല്ല രീതിയിൽ കണക്ട് ചെയ്യുന്ന ബ്യൂട്ടിഫുൾ മിസ്റ്ററി ആണെങ്കിൽ എക്കോയിലേക്ക് എത്തുമ്പോൾ ആ ബ്യൂട്ടിഫുൾ എലമെന്റ് നിലനിൽക്കുന്നതോടൊപ്പം അതിൽ അവർ ആ ഇമോഷണൽ കണക്ഷന് കുറെ വേറെ തലങ്ങൾ കൊടുത്തുകൊണ്ട് അതിൽ തന്നെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്ത ചില ഏരിയാസ് കൂടി കവർ ചെയ്ത് നമ്മളങ്ങനെ ഫാസിനേറ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് ഒരു പീക്ക് മൊമെന്റിലൊക്കെ എത്തിച്ച് കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു സ്ക്രിപ്റ്റ്, ഒരു ഡയറക്ഷൻ, ഒരു പെർഫോമൻസ്, ടെക്നിക്കൽ സൈഡ്, അതാണ് എക്കോ. ഇനി മുജീബ് മജീദ് മ്യൂസിക് ഡയറക്ടർ, അടുത്ത ജെക്സ് ബിജോയ്ക്കും അല്ലെങ്കിൽ സുഷിൻ രാമനൊക്കെ ഒരു വെല്ലുവിളിയായിട്ട് ഇനി ചങ്ങായി വരും എന്ന് തോന്നുന്നു. കാരണം അത് പ്രത്യേകിച്ച് ഇതുപോലത്തെ സെറ്റിംഗ് ഉള്ള മ്യൂസിക് ഇടാന്ന് പറയുന്നതിൽ ഇങ്ങനെ ഓരോ പടം കഴിയുന്നോറും അങ്ങനെ കത്തിക്കേറി വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് പടം കണ്ടാൽ മനസ്സിലാവും. അമ്മാതിരി മ്യൂസിക്കാണ് സെറ്റ് ചെയ്തേക്കണത്. ഈ ബാഹുൽ രമേശ് തന്നെയാണ് ഇതിന് സിനിമാറ്റോഗ്രാഫർ റൈറ്റർ ആയിട്ടുള്ള കോമ്പിനേഷൻ വേറെ എവിടെ ഉണ്ടെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഇങ്ങനെയുള്ള സിനിമാറ്റോഗ്രാഫി പറയുകയാണെങ്കിൽ ലൊക്കേഷൻ കണ്ടെത്തുന്ന ആൾക്കാർക്ക് കൂടി മാർക്ക് കൊടുക്കണം. കാരണം അങ്ങനത്തെ ലൊക്കേഷൻ കണ്ടെത്തുമ്പോഴാണ് സിനിമാറ്റോഗ്രാഫി ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ലൊക്കേഷൻ കണ്ടെത്തിയവർക്ക് വേറെ മാർക്ക് കൊടുക്കുന്നു. പിന്നെ സിനിമാറ്റോഗ്രാഫി അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മഞ്ഞും പിന്നെ അങ്ങനത്തെ കുറെ ഷോട്ടും കാട്ടിന്റെ ഉള്ളിലത്തെയും കുറെ ഷോട്ടുകൾ അടിപൊളിയായിട്ട് ബാഹുൽ രമേശ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതില് ക്യാരക്ടർ സന്ദീപ് ഇതിലെ ക്യാരക്ടർ റോള് വരുന്ന ആളുകൾ സന്ദീപ്, നരൻ, വിനീത്, ബിനു പപ്പു, പിന്നെ ഇതിൽ കുറച്ച് ഫോറിൻ ആക്ടേഴ്സ് ഉണ്ട്. ബിയാന, മുമിൻ, സിംക്ക് പ്രൊണൗൺസിയേഷൻ അറിയില്ല, 1-2 ഫോറിൻ ആക്ടേഴ്സ് ഉണ്ട്. അശോക്, ഒരാളും ഇതില് ആവശ്യമില്ല എന്ന് തോന്നാത്ത രീതിയിലാണ് അവരുടെ പ്ലേസ്മെന്റും അവരുടെ ക്യാരക്ടേഴ്സും. പടത്തിലൊരു ഡയലോഗ് ഉണ്ട്, അതായത് നമ്മള് എന്താ പറയാ, ഒരാളെ അറിയണതും ഒരാളെ പരിചയപ്പെടണതും വ്യത്യാസം എന്ന് പറയുന്ന പോലെ പറയുന്നുണ്ട്. അതാണ് ഈ പടത്തിന്റെ ഒരു പടം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ആ ഡയലോഗും എന്താണ് ആ ഒരു ഇതും. പക്ഷെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്കൊന്നും തോന്നില്ല. എന്നിട്ട് ഒരാളെ പരിചയപ്പെടുന്നതും ഒരാളെ അറിയണതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പടം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ ഇതില് ഈ വിനീതിന്റെ ക്യാരക്ടർ ആണെങ്കിലും നരന്റെ ക്യാരക്ടർ ആണെങ്കിലും ഈ പറഞ്ഞ ബിനു പപ്പിന്റെ ക്യാരക്ടർ ആണെങ്കിലും, ബിനു പപ്പ് ഒരു സെക്കൻഡ് ഹാഫിനോട് ചേർന്നിട്ടാണ് വരുന്നത്. പക്ഷെ വളരെ എന്താ പറയുക ഇമ്പോർട്ടന്റ് ആണ് ഇവരൊക്കെ. ഇതിൽ കുര്യച്ചൻ എന്ന് പറഞ്ഞ ആളുടെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഈ പടം മൊത്തത്തിൽ പോണത്. കുര്യച്ചൻ എന്ന് പറഞ്ഞ ആളായിട്ട് അഭിനയിച്ചത് എനിക്ക് തോന്നുന്നത് ഒരു അന്യഭാഷ നടനാണ്. ആരും കൃത്യം പേര് കിട്ടിയില്ല, അന്വേഷിച്ചിട്ട് കിട്ടിയാണെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തരണം. ആള് കുഴപ്പമില്ല, പക്ഷെ എന്താ പറയാ ആളെ ക്യാരക്ടറാണ് ഈ പടത്തിന്റെ ഒരു മെയിൻ. ആ ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഈ എൻ്റയർ മൂവി ബിൽഡ് ചെയ്ത് വന്നേക്കുന്നത്. പിന്നെ ഇതില് മെയിൻ വേറൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഡോഗാണ്. അത് ഇത്രയ്ക്കും ഡോഗിന് ഒരു പ്രാധാന്യം കൊടുത്ത് ഡോഗിന്റെ പല നമ്മൾ കാണാത്ത തരത്തിലുള്ള പല ബ്രീഡുള്ള ഡോഗിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസും ആ ഡോഗിന്റെ സവിശേഷമായ സ്വഭാവങ്ങളും ആ ലോയാലിറ്റിയും ഓണർ ഡോഗ് നമ്മളുടെ ലോയാലിറ്റി എത്രത്തോളം ഉണ്ടായിരിക്കും, അതിന് ഹ്യൂമൻ കണക്ഷൻ ആയിട്ടുള്ള ബന്ധം, ഇത് അടിപൊളിയായിട്ട് നമ്മളത് അത്ര എക്സ്പ്ലോർ ചെയ്തിട്ടില്ല മുമ്പ്. ആ ഒരു ഏരിയ അത് ഇതില് വളരെ ഡീപ്പായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൽ ആ ഫോറിൻ ആക്ടറായിട്ടുള്ള അഭിനയിച്ച ആള് ആയിട്ടുള്ള ഒരു കഥാപാത്രത്തിന്റെ 2 കാലഘട്ടമാണ് ആ 2 ഫോറിൻ ആക്ടേഴ്സ് ചെയ്തേക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ബിയാനിയും
സിമ്മൊക്കെ നീറ്റാണ്. ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഇതിൽ വിനീതും നരേനും അവർക്കും ഞാൻ പറഞ്ഞില്ല എല്ലാവർക്കും പെർഫോം ചെയ്യാനുള്ള സീനുകളുണ്ട്. സന്ദീപിലേക്ക് വരികയാണെങ്കിൽ സന്ദീപ് അടുത്ത റൈസിംഗ് സ്റ്റാർ ആണെന്നുള്ളത് പ്രൂവ് ചെയ്യുന്ന ഒരു പടം കൂടിയാണിത്. അതിനുള്ള പല ആക്ടിങ്ങിൽ ഉള്ള നമ്മളിങ്ങനെ ക്ലാപ്പ് വർത്തി ആയിട്ടുള്ള ചില സീൻസ് പടത്തിലുണ്ട്. സന്ദീപ് തെളിയിക്കുകയാണ് എന്നെ കൊണ്ട് പലതും പറ്റും, ഞാൻ ഇനിവിടെ പലതും നേടുമെന്ന് കാണിക്കാനുള്ള ആള് തന്നെയായിട്ടാണ് സന്ദീപ് ഇതിൽ വന്നേക്കുന്നത്. സന്ദീപ് ഇപ്പൊ എല്ലാവരും ആക്ടിങ്, സ്ക്രീൻ പ്ലേ, ഡയറക്ഷൻ എല്ലാം കൊണ്ടും മികച്ചു നിൽക്കുന്ന കൊല്ലം നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത വണ്ണാവസ്ഥ മസ്റ്റ് വാച്ച് എക്സ്പീരിയൻസ് ആണ് എക്കോ. നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമന്റ് സെക്ഷനിൽ പങ്കുവയ്ക്കുക. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.